സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. നിശബ്ദത നീളുന്തോറും അതിൻ്റെ ഭാരം കൂടിക്കൂടി ഉത്തരം പറയേണ്ട ആളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ഭാസ്കര മേനോൻ ഇരുന്ന് ചുരുങ്ങി. എല്ലാ സമ്മർദ്ദങ്ങളും തൻ്റെ മേലാണെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ ഉത്തരം പറഞ്ഞിട്ടല്ലാതെ മറ്റാരും ശബ്ദിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയതുപോലെ. ഒടുവിൽ തോൽവി സമ്മതിക്കുന്ന മട്ടിൽ അയാൾ പറഞ്ഞു, മാള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭാസ്കരൻ മാമ ഇനി എന്തെങ്കിലും കൂടി പറയുമെന്ന് കരുതി ജയദേവനും രാജശ്രീയും അയാളിലേക്ക് ഉറ്റുനോക്കി. വാസ്തവത്തിൽ അതിനോട് ചേർത്ത് കുറേ കാര്യങ്ങൾ കൂടി പറയേണ്ടതാണെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലായിരുന്നു ഭാസ്കര മേനോൻ പറഞ്ഞു വന്നത്. പക്ഷേ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലടുക്കിയ ശേഷം അയാൾ ആ ഉദ്യമം ഉപേക്ഷിച്ചു കളഞ്ഞു. അത് മനസ്സിലാക്കിയ ജയദേവൻ പറഞ്ഞു, ആർക്കും പറയാവുന്ന ഒരു മറുപടിയാ ഭാസ്യമാമ പറഞ്ഞത്. എനിക്കും പറയാൻ സാധിക്കും. ജയദേവ്, മാളവിനെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുവരുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. ആരുടെയോ കൂടെ ഓടിപ്പോയത്രേ. അവൻ ജീവിച്ചിരിപ്പില്ല. അവൾ പ്രസവിച്ച ഒരു കുഞ്ഞുമായി നാട്ടിൽ ചെന്നാൽ അതോടെ അവളുടെ ഭാവി അടഞ്ഞു പോകും. ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ട യാതൊരു ആവശ്യവും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കുമില്ല. ആ കുഞ്ഞിനെ മാറ്റിയാൽ അവളുടെ ജീവിതത്തിന് പിന്നെ ഭീഷണിയൊന്നുമില്ല. വീട്ടിൽ തിരികെ ചെല്ലാം. 2-3 വർഷം കൊണ്ട് മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറും. അവൾക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കാം. ഇങ്ങനെയൊരാവശ്യവുമായിട്ട് ജയദേവൻ സ്വന്തം മകളെയും കൂട്ടി വന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്യും. ജഗന്നാഥനോടും മകനോടും ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഭാസ്കര മേനോൻ വിശദമായി തന്നെ പറഞ്ഞു. ഇതൊന്നുമല്ല ഭാസ്യമാമി യഥാർത്ഥ പ്രശ്നം. സന്തു പോണ്ടിച്ചേരിയിൽ വന്ന് അന്വേഷണം നടത്തുന്നുവെന്നറിഞ്ഞ് ഭാസ്യമാമയും മധു ഒക്കെ എന്തിനാ ഇത്രയ്ക്ക് വിരളി പിടിക്കുന്നത്? ഒരു കുഞ്ഞിനെ 22 വർഷം മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞത് അത്ര ഭയപ്പെടേണ്ട കേസാണോ? അതിന് തെളിവൊന്നും ഇല്ലല്ലോ. അത് തെളിയിക്കാൻ പറ്റില്ല. ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്നില്ലെങ്കിൽ. കൂടുതൽ അന്വേഷണം ഉണ്ടായെങ്കിൽ എന്താണ് കുഴപ്പം? ജയദേവ്, ഇത് പോലീസ് കേസായാൽ അവൻ മാളുവിനെ അന്വേഷിക്കും. അവൾ കല്യാണം കഴിച്ച ബസ് കണ്ടക്ടറെ അന്വേഷിക്കും. പോലീസ് ഒരു വലിയ വല വിരിക്കുമ്പോൾ പോണ്ടിച്ചേരിയിൽ വെച്ച് ചെറിയൊരു ക്രൈം മാത്രം ചെയ്താൽ ഞാനും അതിൽ കുടുങ്ങും. മനസ്സിലായോ? മാളു ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ, ബസ് കണ്ടക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭാസ്യമ്മാമയ്ക്ക് എന്ത് പ്രശ്നം? ഭാസ്യമ്മാമ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. അന്ന് എറിഞ്ഞു കളയാൻ ഏൽപ്പിച്ച കുഞ്ഞ് മരിച്ചിട്ടുമില്ല. അത് വളർന്ന് യുവതിയായി കഴിഞ്ഞു. അതന്ന് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഭാസ്യമ്മാമ ഉത്തരം പറയേണ്ടി വന്നേനെ. ഇപ്പോൾ ഭാസ്യമ്മാമയ്ക്ക് ഒരു ഭയത്തിനും അവകാശമില്ല. ജയദേവൻ വാദിച്ചു. ജയദേവ്, ആള് പിന്നീട് ആ ബസ് കണ്ടക്ടറെ തന്നെ സ്വീകരിച്ചെന്ന ഹേമചന്ദ്രനും ബാലകൃഷ്ണനും ഒക്കെ എന്നോട് പറഞ്ഞത്. ചെയ്തതൊക്കെ വെറുതെയായി പോയത്രേ. ഭാസ്യമ്മാമയ്ക്ക് സ്വന്തം അനുജത്തിയോട് ചോദിക്കാമായിരുന്നില്ലേ? മല്ലികേ, നിന്റെ മകളെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നിരുന്നു. പ്രസവിച്ചിട്ട് തിരികെ കൊണ്ടുപോയി. ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് എന്ന്. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് മാൻ. ചെറിയൊരു ഹെൽപ്പ് ഞാൻ ചെയ്തു എന്ന് വെച്ച് ഞാനതിൻ്റെ ഫോളോ അപ്പ് നടത്തേണ്ട കാര്യമെന്താ? ആ കാലത്ത് മൊബൈൽ ഫോണൊന്നുമില്ല. വല്ലപ്പോഴുമാണ് ഒരു കോൾ വിളിക്കുക, അതും STD. മാളുവിനെ അവർ തിരിച്ചു കൊണ്ടുപോയി. പിന്നീട് അവൾ എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കെന്താ? അത് അവരുടെ കാര്യം. നമ്മളിങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ചാൽ എവിടെയും എത്തില്ല ഭാസ്യമ്മാമേ. തൻ്റെ മകനോട് അന്വേഷണം നിർത്താൻ പറ. വേറൊന്നിനുമല്ല ഞാൻ വന്നത്. മല്ലിക ചിട്ടിയുടെ മകളും ബസ് കണ്ടക്ടറും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ പെൺകുട്ടിയെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അവൻ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അതോടെ അവൻ നിർത്തിക്കോളും. മാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. അത്ര പോലും ഉറപ്പില്ല ആ ബസ് കണ്ടക്ടർ ഉണ്ടെന്ന്. കടങ്കഥ പോലെ പറയില്ലേ ഭാസ്യമ്മാമേ? ബാലമ്മാമയോട് ചോദിച്ചാൽ പറയില്ല. ഹേമചന്ദ്രന് അറിയാമായിരിക്കുമല്ലോ. ജഗന്നാഥൻ ചെറിയച്ഛനും ഹരീന്ദ്രനും അറിയാമല്ലോ. അവർ പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ടു പോയെന്ന. എന്ന് വെച്ചാൽ 2 പേരും ജീവനോടെ ഇല്ല. ഞാൻ അവരോട് അർത്ഥം മുറിച്ച് ചോദിച്ചില്ല. പ്രത്യേകിച്ചും ഞാൻ അറിയേണ്ടിടത്തോളം അറിയിച്ചിട്ടുണ്ടെന്ന് ഹേമചന്ദ്രൻ പറഞ്ഞ ശേഷം അറിയിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഞാനും കൂടി അറിഞ്ഞാൽ
അതിനൊരു കോൺസ്പിരൻസി സ്വഭാവം വരും. എനിക്ക് അവരുടെ ഗൂഢാലോചനയിലൊന്നും പങ്കില്ല. അതിൽ പങ്കാളിയാവാൻ താല്പര്യവുമില്ല. അപ്പോൾ ഭാസിയമ്മാമ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. എന്നിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുക. പക്ഷേ ജയദേവ്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മർഡർ നടന്നിട്ടുണ്ടെന്ന്. അവരത് പറയാൻ തയ്യാറല്ല. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും ഭാസ്യമാമേ, അതിൽ യാതൊരു സംശയവും വേണ്ട. ജയദേവൻ നമ്പ്യാർ മുന്നറിയിപ്പ് നൽകി. എനിക്ക് സന്ദീപിനെ കാണണം, സംസാരിക്കണം. എന്നിട്ടേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ. രാജി, സന്തു എപ്പോഴെത്തും? ജയദേവൻ ചോദിച്ചു. രാത്രിയാകും. ഇപ്പോൾ ആലപ്പുഴ ഓഫീസിലുണ്ട്. എറണാകുളത്ത് നിന്ന് നേരെ അങ്ങോട്ടാണ് പോയത്, രാജശ്രീ വെളിപ്പെടുത്തി. ഭാസ്യമാമ ഒരു കാര്യം ചെയ്യൂ, ഇന്നിവിടെ തങ്ങണം. ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ദിവസം ഞങ്ങളുടെ ഗസ്റ്റായി ഇവിടെ സ്റ്റേ ചെയ്യണം. രാത്രി സന്തു എത്തുമ്പോൾ നമുക്കിതേപ്പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. നാളെ രാവിലെ എയർപോർട്ടിൽ എത്തിച്ചാൽ പോരെ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. മധു, എന്താ വേണ്ടത്? ഭാസ്കര മേനോൻ മകനെ നോക്കി. സന്ദീപിനെ കണ്ടിട്ട് പോകാം, മധു അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ടാക്സി പറഞ്ഞയക്കണം, അയാൾ വെയിറ്റ് ചെയ്യുക, ഭാസ്കര മേനോൻ നിർദ്ദേശിച്ചു. മധു എഴുന്നേറ്റ് ടാക്സി പറഞ്ഞയക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. രാജി, ഇവർക്ക് ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക്, ജയദേവൻ പറഞ്ഞു. രാജശ്രീ തങ്കത്തെയും ഭാസ്കര മേനോനെയും കൂട്ടിക്കൊണ്ട് കോണിപ്പടി കയറി. ടാക്സിയിൽ നിന്ന് ഡ്രൈവർ ലഗേജ് എല്ലാം എടുത്ത് സിറ്റൗട്ടിൽ വെച്ചു. മധു അയാൾക്ക് ടാക്സി ചാർജ് കൊടുത്ത് പറഞ്ഞയച്ചു. ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് ജയദേവൻ ലഗേജ് അകത്തേക്ക് എടുത്തു വയ്ക്കാൻ മധുവിനൊപ്പം ചേർന്നു. ഓഫീസിലിരിക്കുമ്പോൾ തന്നെ സന്ദീപിന് വീട്ടിൽ വന്നു ചേർന്ന അതിഥികളെപ്പറ്റി വിവരം കിട്ടി. സന്ദീപ് അപ്പോൾ തന്നെ രാജഗോപാലിനെ വിളിച്ച് അനന്തര നടപടികളെക്കുറിച്ച് ആലോചിച്ചു. എനിക്ക് ഓഫീസിൽ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാം അങ്കിളെ. അത് വേണ്ട, സന്ദീപ് ചെയ്യേണ്ടത് വീട്ടിലേക്ക് പോവുക തന്നെയാണ്, രാജഗോപാൽ നിർദ്ദേശിച്ചു. അച്ഛൻ്റെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവർ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ പിടികൊടുക്കാതെ നിന്നാൽ മതി. കൃത്യമായ ഒരു മറുപടി പറയണ്ട, ആലോചിക്കട്ടെ എന്ന മട്ട്. പക്ഷേ കിട്ടാവുന്നത്രയും ചോർത്തിയെടുക്കുകയും വേണം. അവരൊക്കെ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാ അങ്കിളെ. സന്ദീപ് അവരെ കാണാൻ മടി വിചാരിക്കേണ്ട. സംഭാഷണത്തിനിടയിൽ ഒരു വാക്കറിയാതെ വീണ് കിട്ടിയാൽ അത്രയുമായില്ലേ? ശരിയെങ്കിൽ ഞാൻ പോകാം. സന്ദീപ് രാത്രി 8 മണിക്ക് ഓഫീസിൽ നിന്ന് ഹരിപ്പാട്ടേക്ക് തിരിച്ചു. രാജഗോപാൽ നിർദ്ദേശിച്ചതുപോലെ തന്നെ കാറിൻ്റെ ഡോറെല്ലാം ലോക്ക് ചെയ്തിരുന്നു. മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ തൊട്ടു പിന്നിലാണ് സഞ്ചരിച്ചതും. പെട്ടെന്നൊരു ആക്രമണം നടത്താൻ ആർക്കും അവസരം കൊടുക്കാത്ത മുൻകരുതൽ. സന്ദീപ് വീട്ടിലെത്തിയപ്പോൾ അതിഥികൾ കാത്തിരിക്കുകയാണ്. അവരെ അപ്രതീക്ഷിതമായി സ്വന്തം വീട്ടിൽ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സന്ദീപ് അവർക്കെല്ലാം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഇന്നലെ നമ്മൾ മണിമലയിൽ വെച്ച് കണ്ടെങ്കിലും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഭാസ്യമാമയോ മധുവങ്കിളോ സൂചിപ്പിച്ചു പോലുമില്ല, സന്ദീപ് പറഞ്ഞു. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഞാനും നിന്റെ അച്ഛനും തമ്മിൽ കുറേ സംസാരിച്ചു. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് കൊച്ചിയിൽ പോയി ഹാൾട്ട് ചെയ്തിട്ട് നാളെ രാവിലെ പൂണ്ടിക്ക് മടങ്ങാനായിരുന്നു പ്ലാൻ. പ്രോഗ്രാം ചാർട്ട് ഒന്ന് തിരുത്തേണ്ടി വന്നു, ഭാസ്കര മേനോൻ പറഞ്ഞു. ഭാസ്യമ്മാമ പറഞ്ഞു, ഇന്നലെ നമ്മൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും രസത്തിലായിരുന്നില്ല. അതെ അതെ, അതിൻ്റെ കാരണം നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. എനിക്കറിയേണ്ടത് ഈ വയസ്സുകാലത്ത് ജയിലിൽ കയറാതെ വീട്ടിൽ കിടന്ന് മരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. ഭാസ്യമ്മാമ മാപ്പ് സാക്ഷിയായാൽ മതി, കുഴപ്പം വരില്ല. നീ പോലീസല്ലല്ലോ, കോടതിയുമല്ല. നിന്റെ അച്ഛന് എന്നോടങ്ങനെ പറയാം. ഞാൻ മാപ്പ് സാക്ഷിയായി നിന്നെന്നും വരും. നിന്റെ ഡിമാൻഡ്സ് എന്താണെന്ന് നീ പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിക്ക് ഒരു ഡിമാൻഡുമില്ല ഭാസ്യമ്മാമേ. ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നോട് ഇങ്ങോട്ടല്ലേ? നിനക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവളെ കല്യാണം കഴിക്കണം. ജയദേവ് സമ്മതിച്ചില്ല. കാരണം പെണ്ണിന് ജാതകമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ്. ഉടനെ നീ അന്വേഷിക്കാൻ പുറപ്പെട്ടു. നിനക്ക് വേണ്ടത്ര വിവരങ്ങൾ കിട്ടി. നിന്റെ അച്ഛൻ്റെ എതിർപ്പ് തീർന്നു. നിനക്ക് അവളെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി എന്താണ് പ്രശ്നം? ഭാസ്കര മേനോൻ ചോദിച്ചു. സന്ദീപ് അച്ഛനെ നോക്കി. താടി ഒഴിഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല ഭാസ്യമ്മാമേ. ആ പെൺകുട്ടിക്ക് അതിൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ ആഗ്രഹമുണ്ട്. അത് നമ്മളല്ല കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്, അവൾ തന്നെ പോയി കണ്ടുപിടിക്കട്ടെ. നീ എന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്? എനിക്ക് എൻ്റെ പത്രത്തിൽ ചെയ്യാൻ വേണ്ടി ക്രൈം നോവലിനെ വെല്ലുന്ന ഒരു സ്റ്റോറി കിട്ടും.
എടാ മോനെ, കൈ നിറച്ച് പൈസ കിട്ടുമെന്ന് മോഹിച്ച് ആരെങ്കിലും സ്വന്തം അമ്മയുടെ ന്യൂഡ് ഫോട്ടോ എടുത്ത് സെക്സ് മാഗസിനിൽ കൊടുക്കുമോ? ഭാസ്കര മേനോൻ മുഖത്തടിക്കും പോലെ ചോദിച്ചു. ഞാൻ ചെയ്യില്ല. മറ്റുള്ളവരുടെ കാര്യം പറയാനും ഞാൻ ആളല്ല. നീ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിന്റെ മുത്തശ്ശി ജനിച്ചു വളർന്ന തറവാടിൻ്റെ അസ്ഥിവാരം മാന്തിയാൽ നിനക്കൊരു പക്ഷേ ഒരു ക്രൈം സ്റ്റോറിക്കുള്ള വക കിട്ടിയേക്കും. അധികാരവും സ്വത്തും പാരമ്പര്യമായി ഉണ്ടായിരുന്ന ഒരുപാട് ജന്മി തറവാടുകളുണ്ട് കേരളത്തിൽ. അവിടെയൊക്കെ കൊല്ലും കൊലയും അനീതിയും അക്രമങ്ങളുമൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ നടന്നിട്ടുമുണ്ട്. അതൊക്കെ ഇപ്പോൾ മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട് മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമെന്താ? അതുകൊണ്ട് നിനക്കെന്ത് ലാഭം? ആ നേട്ടം നീ വേണ്ടെന്ന് വെക്ക്. നമുക്കും കുടുംബത്തിനും വേണ്ടി. പകരം നിനക്ക് എന്ത് വേണമെങ്കിലും ബാലകൃഷ്ണനോ ജഗന്നാഥനോ തരും. നിനക്ക് മണിമലയിൽ പുരയിടമോ വീടോ വേണോ? അതോ 50 ലക്ഷം രൂപ മതിയോ? അവർ തരും. നിനക്കിഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. ഒരു തടസ്സവുമില്ല. ആകെ കൂടി ചെയ്യേണ്ടത് നിന്റെ അന്വേഷണം നിർത്തുക എന്നത് മാത്രമാണ്. അമ്മാമേ, എനിക്ക് 50 ലക്ഷമോ വീടോ മണിമലയിൽ പുരയിടമോ ഒന്നും വേണ്ട. ജോലി ചെയ്ത് ജീവിച്ചോളാം. ഞാൻ അന്വേഷിക്കുന്നത് ഒരു ബസ് കണ്ടക്ടറെയും അയാൾ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെയുമാണ്. അതിൽ ഭാസി അമ്മാമ ഇടപെടേണ്ട കാര്യമില്ല. അന്വേഷിക്കാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? നിന്റെ പത്രാധിപര് പറഞ്ഞോ? അതോ പോലീസ് നിന്നോട് ആവശ്യപ്പെട്ടോ? നിന്റെ അച്ഛൻ ജഡ്ജിയായിട്ടിരിക്കുന്ന ജുഡീഷ്യറി ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. ഭാസി അമ്മാമ എൻ്റെ മുൻപിൽ ഒരു ഓഫർ വെച്ചല്ലോ. മണിമലയിൽ പുരയിടം, വീട്, 50 ലക്ഷം രൂപ. അതിൻ്റെ മറുവശത്ത് യാതൊരു സത്യസന്ധതയുമില്ലെന്ന് എനിക്കിപ്പോൾ തീർച്ചപ്പെട്ടു. ആരെയാ കൊന്നത്? എന്തായാലും ഭാസ്യമ്മാമയ്ക്ക് അതിലൊന്നും പങ്കില്ലെന്ന് എനിക്കറിയാം. സന്ദീപ് ഭാസ്യമ്മാമയെ ഉറ്റുനോക്കി. കുടുംബക്കാരെ ഒറ്റുകൊടുക്കുന്നവനല്ല ഭാസ്കര മേനോൻ. ഒരു പെണ്ണിന് വേണ്ടിയെന്നല്ല, 100 പെണ്ണിന് പകരമായിട്ട് പോലും ചെയ്യില്ല. ഒരു ദേശം മുഴുവൻ കരമൊഴിവായിട്ട് എഴുതിത്തരാമെന്ന് പറഞ്ഞാലും ചെയ്യില്ല. ചതിക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നവരുടെ രക്തമല്ല എൻ്റെ ഞരമ്പിൽ ഒഴുകുന്നത്. കല്ലാറ്റുപടിക്കൽ തറവാട്ടിലെ ചോരയ. നീ ഇളമുറക്കാരൻ. നിനക്കതിൻ്റെ വില മനസ്സിലാവത്തില്ല. നമ്മൾ തമ്മിൽ വഴക്കിടേണ്ട ഒരു കാര്യവുമില്ല ഭാസ്യമ്മാമേ. എനിക്ക് ഭാസ്യമ്മാമയോട് ഒരു വിരോധവുമില്ല. നിങ്ങൾക്കെല്ലാം എന്നോടാണ് വിരോധം. വിരോധമില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഞാൻ കൂടെ നിൽക്കാം. 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എനിക്ക്. മല്ലിക ചിറ്റയുടെ മകൾ മാളവികയ്ക്ക് എന്ത് സംഭവിച്ചു? അവരിപ്പോൾ ജീവനോടെയുണ്ടോ? കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയുടെ മകൻ ചന്ദ്രബാബുവിനെ ആരാണ് വകവരുത്തിയത്? ഇല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇത് രണ്ടും അറിഞ്ഞ നീ നിന്റെ അന്വേഷണം നിർത്തുമോ? എൻ്റെ അന്വേഷണം ഞാൻ നിർത്താം. വേറെ ആർക്കും ഇതിൽ താല്പര്യമില്ല. പോലീസിന് തീരെയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഹേമചന്ദ്രൻ നോക്കിക്കോളും. എനിക്കെൻ്റെ കൂടെയുള്ളവരുമായിട്ട് ഈ വിഷയം സംസാരിക്കേണ്ടി വരും. ആ പെണ്ണിനോടും അതിൻ്റെ ഫോസ്റ്റർ ഫാദറിനോടും മദറിനോടും. അല്ലേ? അവർ സമ്മതിച്ചില്ലെങ്കിലോ? അങ്കിൾ പറഞ്ഞ ഓഫറൊക്കെ ഞാൻ അവരോട് പറയാം. സന്ദീപ് എഴുന്നേറ്റ് കോണിപ്പടി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. രാത്രി. സന്ദീപ് അല്ലിയോട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചതേയുള്ളൂ. വാതിലിൽ മൃദുവായി തട്ടുന്ന ശബ്ദം കേട്ട് സന്ദീപ് സംശയത്തോടെ വാതിലിനരികെ ചെന്നു. ആരാണ്? മധുവ. നീ ഉറങ്ങിയില്ലല്ലോ? ഇല്ല. സന്ദീപ് വാതിൽ തുറന്നു. മധുവിൻ്റെ ഒപ്പം തങ്കമ്മാൻ്റെയും ഉണ്ടെന്ന് കണ്ട് സന്ദീപിന് ആശ്ചര്യമായി. അകത്തേക്ക് വരട്ടെ? ആ, കയറി വാ അങ്കിളെ. ആൻറ്റിയും വാ. 2 പേരും അകത്തേക്ക് കടന്നു. സന്ദീപ് വാതിലടച്ച് കുറ്റിയിട്ടു. അതെന്തിനാ ലോക്ക് ചെയ്യുന്നത്? മധു ചോദിച്ചു. പെട്ടെന്നാരും മുറിക്കകത്തോട്ട് കയറി വരണ്ട, സന്ദീപ് പറഞ്ഞു. ഞങ്ങളൊരു റിക്വസ്റ്റുമായിട്ട് വന്നതാ. എന്ത് റിക്വസ്റ്റ്? അച്ഛനെ ഉപദ്രവിക്കരുത്. ഭാസ്യമ്മാമയെ ദ്രോഹിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല മധുവെങ്കിൽ. സന്ദീപിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ അത് പോലീസ് കേസായി മാറും. കോടതി ഇടപെടും. അച്ഛനെ മാത്രമല്ല ഞങ്ങളെയും ബാധിക്കും അത്. നിങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ? പ്രത്യക്ഷത്തിലില്ല. പക്ഷേ കേസ് വന്നാൽ എല്ലാവരും കുടുങ്ങും. 2 കാര്യങ്ങളാ സന്ദീപിനോട് പറയാൻ എന്നെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നേ. പറഞ്ഞു. 1, ആ ബസ് കണ്ടക്ടർ ചന്ദ്രബാബു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അത് ഞാൻ മുമ്പേ ഊഹിച്ചതാ. 22 വർഷമായിട്ട് ഭൂമിക്ക് മീതെ ആരും കണ്ടിട്ടില്ലാത്ത ഒരാൾ ജീവനോടെ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്ന്. അച്ഛന് പക്ഷേ അതിലൊന്നും ഒരു പങ്കുമില്ല. വിവരം അറിയാമായിരുന്നോ? അച്ഛൻ അറിയാമായിരുന്നു. ചെറിയച്ഛൻ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഹേമചന്ദ്രൻ. വളരെ മുമ്പേ അറിയായിരുന്നു ഇല്ലേ? കുറേ കാലമായിട്ടറിയാം.
ആരാ കൊലപ്പെടുത്തിയത്, എവിടെ മറവ് ചെയ്തു, എങ്ങനെയാണ് മർഡർ നടത്തിയത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതെല്ലാം പോലീസിൻ്റെ ജോലിയാ. എനിക്കറിയേണ്ടത് മാളവികയുടെ കാര്യമാണ്. മാളവികയുടെ കാര്യത്തിൽ അവരെല്ലാം കൂടി അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ ചെയ്തത്. ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഭാസിയമ്മാമ അന്വേഷിച്ചിട്ടില്ലേ എവിടെയാണെന്ന്? അവരെന്തു പറഞ്ഞു അത് അച്ഛൻ വിശ്വസിച്ചു. ഇപ്പം എന്താണ് സ്ഥിതി? അച്ഛൻ അടുത്തിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി എന്ന്. റെക്കോർഡ്സ് ഉണ്ടോ മരിച്ചതിൻ്റെ? ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന എന്തെങ്കിലും തെളിവ്? അറിയില്ല. മരിച്ചെങ്കിൽ മല്ലിക ചിറ്റ അറിയണ്ടേ? അവരറിഞ്ഞിട്ടില്ല, തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ജീവനോടെ ഉണ്ടെന്ന് ശേഖരൻകുട്ടിയുടെ വീട്ടിൽ. അച്ഛൻ അതേപ്പറ്റി വലിയ പിടിപാടില്ല. അങ്ങനെ പറഞ്ഞാൽ പോരാ, അതിനൊരു ക്ലാരിറ്റി വേണം. മധുവിനോ തങ്കത്തിനോ മറുപടിയൊന്നും പറയാനുണ്ടായില്ല. ഭാസിയമ്മാമയോട് പറ അങ്കിളെ, ഞാൻ നിങ്ങൾക്കെതിരെയല്ല എന്തെങ്കിലും ചെയ്യുന്നത്. അച്ഛൻ്റെ ഭയം രണ്ടും മർഡറാണെങ്കിൽ ഞങ്ങളെല്ലാം അതിൽ പെട്ടുപോയേക്കുമോ എന്നാണ്. അതേപ്പറ്റി ഗ്യാരണ്ടിയൊന്നും തരാൻ പറ്റില്ല മധുവെങ്കിൽ. അല്ലെങ്കിൽ അവർ ക്ലിയറായിട്ട് പറയട്ടെ മാളവിക എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് പെറ്റമ്മയെപ്പോലും അറിയിച്ചില്ല എന്ന്. അല്ലാത്ത പക്ഷം അതും കൊലപാതകമാ. ഞങ്ങൾക്ക് നീതി കിട്ടില്ല അല്ലേ? തീർച്ചയായും കിട്ടും. പക്ഷേ ഗൂഢാലോചന ഉണ്ടായില്ലെന്നും നടന്ന സംഭവങ്ങളിലൊന്നും പങ്കില്ലെന്നും തെളിയിക്കേണ്ടി വരും. മാളവികയുടെ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് മുൻപാണ് ചന്ദ്രബാബുവിൻ്റെ മർഡർ നടന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന. സ്വന്തം തടി രക്ഷിക്കുക. മധുവും തങ്കവും പരസ്പരം നോക്കി ദീർഘനിശ്വാസം മുതിർത്തു. ഒന്നും പുറത്തു വരാതെ എല്ലാം മൂടിവെക്കാൻ ഒരാൾ വിചാരിച്ചാൽ പറ്റും സന്ദീപിന്. തങ്കം പറഞ്ഞു. ഇല്ല ആൻറ്റി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ കുറേ പേർക്കറിയാം. ഇത് മൂടിവെക്കപ്പെടേണ്ടതായിരുന്നെങ്കിൽ 22 വർഷത്തിന് ശേഷം പുറത്തു വരികയില്ലായിരുന്നു. ഇനി ഞാനെന്നല്ല ആരൊക്കെ നോക്കിയാലും തടയാൻ പറ്റില്ല. ഇതൊരു വിധിയാ. ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ സന്ദീപിൻ്റെ മുഖത്തേക്ക് നോക്കി മധുവും തങ്കവും നിസ്സഹായരായി നിന്നു. രാജശ്രീ അതിരാവിലെ ഉണ്ടാക്കി കൊടുത്ത ചായ കുടിച്ച് ബാഗ് എല്ലാം ടാക്സിയിൽ കയറ്റിവെച്ച് പോകാനൊരുങ്ങി യാത്ര പറയുകയായിരുന്നു ഭാസ്കരമേനോനും കുടുംബവും. നീ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്നാണ് ഇന്നലെ രാത്രി പറഞ്ഞത്. ഭാസ്കരമേനോൻ സന്ദീപിനെ മൂർച്ചയോടെ നോക്കി. അയാളുടെ ഉള്ളിൽ ദേഷ്യമുണ്ടെന്ന് കണ്ട് സന്ദീപിന് തമാശ തോന്നി. ഞാൻ രാത്രിയിൽ ഒരു ദുസ്വപ്നം കണ്ടു, എൻ്റെ കാർ ആക്സിഡൻ്റ് ആകുന്നതായിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ഐഡിയ മാറ്റി. സന്ദീപ് അവരെ യാത്രയാക്കാൻ വേണ്ടി എണീറ്റ് വന്നതായിരുന്നു. നീ എന്താ ചായ കുടിക്കാത്തെ? രാജശ്രീ ചോദിച്ചു. എനിക്ക് ഒന്നുകൂടെ ഉറങ്ങണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. സഹായം ചോദിച്ചു വന്നിട്ട് പകരം ഒരു ശിക്ഷ കിട്ടിയ പോലെയായി. ഭാസ്കരമേനോൻ കുറ്റപ്പെടുത്തുന്ന പോലെ ജയദേവൻ നമ്പ്യാരോട് പറഞ്ഞു. എന്നോട് സഹായം ആവശ്യപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. പണം കൊണ്ടാണെങ്കിൽ അങ്ങനെ, ബുദ്ധി കൊണ്ടാണെങ്കിൽ അങ്ങനെ, ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടുമാണെങ്കിൽ അങ്ങനെ. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു പാഠം പഠിക്കണമല്ലോ ഭാസിയമ്മാമേ. നമ്മൾ അനീതിക്കും അസത്യത്തിനും കൂട്ടു നിൽക്കരുത്. 22 വർഷം മുമ്പ് ഭാസിയമ്മാമ അതിന് കൂട്ടു നിന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി വന്നത്. എന്നിട്ടും ഭാസിയമ്മാമ ഞങ്ങളും അത് തന്നെ ചെയ്യണമെന്നല്ലേ പറയുന്നത്? സന്ദീപ് ചോദിച്ചു. നിനക്ക് ചോരത്തിളപ്പാണ്. ഇതൊക്കെ അടങ്ങും അപ്പോൾ നീ ഓർക്കും ഒന്നും വേണ്ടായിരുന്നെന്ന്. ഭാസ്കരമേനോൻ മൂർച്ചയിൽ പറഞ്ഞു. ജയദേവനും ഞങ്ങളെ കൈയൊഴിഞ്ഞല്ലോ അല്ലേ? എനിക്കൊന്നും ചെയ്യാനില്ല ഭാസിയമ്മാമേ. കൊലപാതകം ഒളിപ്പിക്കുക എന്നത് എൻ്റെ ജോലിയുടെ ഡിഗ്നിറ്റിക്കും എത്തിക്സിനും ചേർന്നതല്ല. എൻ്റെ മകൻ ഞാനല്ല, വേറൊരു വ്യക്തിയാണ്. ഭാസിയമ്മാമയുടെ മുന്നിൽ താഴാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എൻ്റെ മകൻ്റെ മുന്നിൽ വയ്യ. ജയദേവൻ പറഞ്ഞു. ശരി, ഹേമചന്ദ്രനും ബാലകൃഷ്ണനും ജഗന്നാഥനും ഒക്കെയാണ് മറുവശത്ത്. അത് ഓർമ്മ വേണം. അവരെ ചെറുതായിട്ട് കാണണ്ട. അത് പറഞ്ഞിട്ട് ഭാസ്കരമേനോൻ സന്ദീപിനെ നോക്കി. എനിക്ക് അവരോടൊന്നും ശത്രുതയില്ല ഭാസിയമ്മാമേ. മറുവശത്ത് അവരാകേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അന്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. ബുദ്ധിക്ക് കേടൊന്നുമില്ലല്ലോ. ഭാസ്കരമേനോൻ മുൻപേ സിറ്റൗട്ടിൽ നിന്നിറങ്ങി. ജയദേവന് കൈ കൊടുക്കാൻ നിന്നില്ല. മധുവും തങ്കവും ഔപചാരികമായി യാത്ര പറഞ്ഞു. ഒട്ടും സന്തോഷപ്രദമായില്ല വിടവാങ്ങൽ. രാത്രി ടാക്സി സ്റ്റാൻഡിൽ വിളിച്ചു പറഞ്ഞ് സന്ദീപ് ഏർപ്പാടാക്കിയതായിരുന്നു ടാക്സി.
മുറ്റത്ത് നിന്ന് കാർ റോഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജയദേവൻ മകനോട് ചോദിച്ചു, നീ എന്താ അവരെ എയർപോർട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട്? അച്ഛാ, അവർക്ക് എന്നോട് ശത്രുതയായി കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ വെച്ച് തന്നെ അവരെന്നെ തിരഞ്ഞു മാറ്റി ശത്രുവാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഫേവറും ചെയ്യരുത്. അത് നമുക്ക് തന്നെ അപകടമാ. രാവിലെയുള്ള യാത്രയല്ലേ, റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഹേമചന്ദ്രനും പാർട്ടിയും ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് വരെയുള്ള യാത്രക്കിടയിൽ അവരെൻ്റെ കാർ തടഞ്ഞാലോ? സമയവും സ്ഥലവും കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റുമല്ലോ ഭാസ്യമ്മാമയ്ക്കും മധുവങ്കിളിനും. എൻ്റെ കൂടെയല്ലേ അവർ. അത്രയ്ക്കൊക്കെ കടന്ന കൈ ചെയ്യാൻ മുതിരുമോ? അച്ഛൻ ഇപ്പോഴും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ബാലമ്മാമയും ഹേമചന്ദ്രനും അടക്കം 1/2 ഡസൻ പേരെങ്കിലും കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ട കേസാ. എന്ത് കേസ്? ആര് പോകും കേസിന്? 22 വർഷം മുമ്പ് എഴുതി തള്ളിയ മാൻ മിസ്സിംഗ് കേസ് ആര് കുത്തിപ്പൊക്കും? കോടതിയിൽ ഹർജി കൊടുത്ത് കോടതി അത് ഫയലിൽ സ്വീകരിച്ച് വാദം കേട്ട് അനുമതി കൊടുക്കണം. നീ പോകുമോ ഹർജി കൊടുക്കാൻ? നിനക്കെന്ത് കാര്യം? നീ പത്രപ്രവർത്തകനാ, പോലീസുകാരനല്ല. അല്ലി പോകും. അവളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അവൾക്കറിയണമെങ്കിലോ? പോയിക്കോട്ടെ. നീ മുന്നിൽ കയറി നിൽക്കേണ്ട കാര്യമില്ല. കല്ലാറ്റുപടിക്കൽ തറവാട്ടുകാരെയും മാങ്ങാട്ടുശ്ശേരിയിൽ ഫാമിലിയെയും ജയിലിൽ കയറ്റിയാക്കാമെന്ന് നിനക്ക് വഴിപാടൊന്നുമില്ലല്ലോ. അച്ഛൻ എന്നെ പിന്നോട്ട് വലിക്കുവാണോ? അമിതാവേശം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവർ തീരുമാനിച്ചോട്ടെ. കേസിന് പോണോ പോട്ടെ. നിന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണോ ആയിക്കോ. പക്ഷേ നീ മുന്നിൽ കയറി നിൽക്കരുത്. അവൾക്കൊരു വളർത്തച്ഛനുണ്ടല്ലോ, അയാൾ നിൽക്കട്ടെ. സന്ദീപ് മറുപടി പറയാതെ നിൽക്കുന്നത് കണ്ട് രാജശ്രീ ഇടപെട്ടു. അത് അച്ഛൻ പറഞ്ഞത് തന്നെയേ ശരി. അമ്മേ, 22 വർഷം മുമ്പ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഏതോ ഇരുട്ടിൽ മറഞ്ഞുപോയ ഒരമ്മ. ഒരുപാട് അനീതികൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് പേർ വംശഹത്യയ്ക്ക് ഇരയാകുന്നുണ്ട്. 100 കണക്കിന് ബാലികമാർ ബലാത്കാരം ചെയ്യപ്പെടുന്നുണ്ട്. 100 കണക്കിന് യുവതികൾ പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായി കൊല്ലപ്പെടുന്നുണ്ട്. എൻ്റെ മുൻപാകെ വരുന്ന പല കേസുകളിലും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടാറുണ്ട്, പ്രതി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് കൊലപാതകി എന്ന്. പക്ഷേ വേണ്ടത്ര തെളിവില്ലാത്തതിനാൽ നമ്മൾ വെറുതെ വിട്ടയക്കേണ്ടി വരും, ജയദേവൻ നമ്പ്യാർ വിശദീകരിച്ചു. സന്ദീപ് മുഖത്ത് തെളിച്ചമില്ലാതെ നിന്നു. ഭാസ്യമ്മാമ പറഞ്ഞ ചോരത്തിളപ്പ് അത്ര നല്ലതല്ല. അത്രയും കൂടി പറഞ്ഞിട്ട് ജയദേവൻ പതിവുള്ള മോർണിംഗ് വോക്കിനും ഇറങ്ങിപ്പോയി. നിനക്ക് എന്തായിരുന്നു വേണ്ടത്? അല്ലിയെ കല്യാണം കഴിക്കണം. അവളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജാതകവും അറിയണം. അതെല്ലാം കിട്ടിക്കഴിഞ്ഞു, രാജശ്രീ മകനെ ഓർമ്മിപ്പിച്ചു. സന്ദീപ് കോണിപ്പടി കയറി തൻ്റെ മുറിയിലെത്തി. അവൻ തന്നെ 2 പേരായി തിരിഞ്ഞു. 2 പേരും തമ്മിൽ പൊരിഞ്ഞ ദ്വന്ദ്വയുദ്ധം നടന്നു. ആദ്യമെല്ലാം മനസാക്ഷിയുടെ പക്ഷത്തിന് നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിലും മറുവശത്തു നിന്നുള്ള പ്രത്യാക്രമണം രൂക്ഷമായിരുന്നു. നിയമയുദ്ധങ്ങൾ 2-4 മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കാനുള്ളതല്ല. വർഷങ്ങളോളം അത് തുടരും. തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയായി ജീവിക്കുന്ന ഒരു യുവതി തൻ്റെ തന്നെ കുടുംബ ബന്ധുക്കളോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്നതിലെ അസംബന്ധം 2 പേർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന സത്യം വേണ്ടത്ര ആയുധങ്ങളുമായി എത്തി. 2 ചേരികളും കൂടി മൂന്നാമനായ ഒരു സന്ദീപിനെ കൂടി ആക്രമിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ഒന്നുറങ്ങി എണീറ്റാൽ ശരിയായ ചിത്രം കിട്ടുമെന്ന് കരുതി അവൻ ഉറങ്ങാൻ കിടന്നു. 1 മണിക്കൂറോളം തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും സ്വാസ്ഥ്യമോ ഉറക്കമോ കിട്ടാതെ അവൻ എണീറ്റു. ഫോൺ എടുത്ത് രാജഗോപാലിനെ വിളിച്ചു. ആളെ ലൈനിൽ കിട്ടിയപ്പോൾ സന്ദീപ് പറഞ്ഞു, ഞാനാകെ ധർമ്മസങ്കടത്തിലാ അങ്കിളെ, എന്നെ സഹായിക്കണം. ഭാസ്കര മേനോൻ്റെ സന്ദർശനവും തുടർന്നുണ്ടായ സംഭാഷണങ്ങളും സന്ദീപ് വളരെ വിശദമായി തന്നെ രാജഗോപാലിനെ ധരിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും അപ്രീതിയും അനിഷ്ടവും സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്മാറാനൊന്നും എനിക്ക് മനസ്സില്ല. അങ്കിളും അല്ലിയും കൂടി ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പുറകിൽ നിന്ന് ഫുൾ സപ്പോർട്ടും തരാം. ഞാൻ മുന്നിൽ കയറി നിൽക്കുന്നതിൽ കുറച്ച് അപാകതയുണ്ടല്ലോ. എനിക്ക് സന്ദീപിൻ്റെ പ്രയാസം മനസ്സിലായി. ഞാൻ ഒരിക്കലും സന്ദീപിനെ നിർബന്ധിക്കില്ല. ഞാനിതിൽ വേറൊരു ആപത്ത് കൂടി കാണുന്നുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായിട്ട് വരുന്നത് ഡേഞ്ചറസ് ആണ്. പക കൂടും. ശത്രു അന്യനാണെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ പല മടങ്ങാണ് സ്വന്തക്കാർ തമ്മിലുള്ള ശത്രുതയിലെ പകയും വൈരാഗ്യവും.
രാജഗോപാൽ സന്ദീപിനോട് അനുകൂലിച്ചു നിന്നു. അങ്കിളിനും അലിമയ്ക്കും കൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? കേസിന് പോകണ്ടേ സന്ദീപ്? എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. അല്ലിക്ക് പഠിക്കണം. കേസ് എവിടെ തുടങ്ങും? ഒരു വക്കീലിനെ വെക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. മറുവശത്ത് പണവും സ്വാധീനവും വേണ്ടത്രയുള്ള പ്രബലന്മാരാണ്. രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. അങ്കിൾ ഇതും അലിമയുമായി ഡിസ്കസ് ചെയ്യുമോ? ഞാൻ പറയാം. നമ്മൾ എന്തൊക്കെ ചെയ്താലും അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഹോപ്പ്ഫുൾ ആയിരിക്കില്ല. മറിച്ച് ട്രാജഡി മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ. അതും കൂടി കണക്കിലെടുക്കണം അങ്കിൾ. സന്ദീപ്, അല്ലി ഞങ്ങളുടെ മകളല്ല എന്നുള്ളത് ആരെയും അറിയിക്കാതെ അവളെ വളർത്തിയത് ഞങ്ങളുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ്. അതിപ്പോഴും ഉണ്ട്. അവൾക്ക് വേറൊരു അച്ഛനും അമ്മയും ഉണ്ടാകുന്നതിൽ സന്തുഷ്ടരാകാനും മാത്രം ത്യാഗസമ്പന്നരല്ല ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ അതോടൊപ്പം തന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ വലിയ സംതൃപ്തിയുണ്ട് താനും. അങ്കിൾ സംസാരിക്ക്. ഒന്നിനും നിർബന്ധിക്കേണ്ട. ഡിസിഷൻ അവളുടേതായിക്കോട്ടെ. അതല്ലേ നല്ലത്. നമ്മൾ അവളുടെ കൂടെ ഇല്ലെന്ന് തോന്നിക്കരുത്. ഞാൻ അവളോട് പറയാം. ഡിഫിക്കൽട്ടീസൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി അവൾക്കുണ്ട്. ശരി അങ്കിൾ, സംസാരിച്ചിട്ട് വിളിക്കണേ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. സന്ദീപ് ഫോൺ വെച്ചു. ഭാരം വലത്തെ തോളിൽ നിന്ന് ഇടത്തെ തോളിലോട്ട് മാറ്റിയതുപോലെ ചെറിയൊരാശ്വാസം. അല്ലിമ കാൽമുട്ടുകൾക്ക് മീതെ മലർത്തിവെച്ച തൻ്റെ തന്നെ കൈപ്പടങ്ങളിലേക്ക് നോക്കി ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി. അവളുടെ മനസ്സിൽ വേലിയേറ്റം നടക്കുന്നുണ്ടെന്ന് രാജഗോപാലിന് മനസ്സിലായി. ചിന്തകൾ കടിഞ്ഞാൻ പൊട്ടിയ കുതിരകളായി ചിതറിപ്പായുന്നുണ്ട്. ഒരു ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയാത്തതിൻ്റെ വേവലാതിയുണ്ട് മുഖത്ത്. മോളെ, സന്ദീപ് വലിയ ഡിലേമയിലാണ്. അവന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൽ പലതും മറികടന്നാണ് ഇവിടെ വരെ എത്തിയത്. എനിക്കറിയാം അച്ഛാ. കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന അർജുന സുതനെ പോലെയാണ് അവൻ. എതിർവശത്ത് അവൻ അച്ഛൻ്റെ കാരണവന്മാരും ബന്ധുജനങ്ങളും. കൗരവ് പോലെ അധികാരം, സൈനിക സ്വാധീന ശക്തികൾ അവരോടൊപ്പമാണ്. ഈ പുറത്ത് ഞാനും അച്ഛനും മാത്രം അല്ലേ? പിന്തുണയുണ്ട് നിനക്ക്. സന്ദീപ് 100% നിന്റെ കൂടിയാ. പക്ഷേ നമ്മുടെ പരിമിതികൾ വലുതാണ്. ഒന്നേന്ന് തുടങ്ങണം. ഒരു കേസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വാലും തലയും കണ്ടെത്തണം. തെളിവുകൾ ശേഖരിക്കണം. അത് യുക്തിഭദ്രമായിട്ട് പോലീസിനെയും കോടതിയെയും ബോധിപ്പിക്കണം. സാഹചര്യ തെളിവുകളെ കൂട്ടുപിടിക്കുകയല്ലാതെ ഒന്നിനും ദൃക്സാക്ഷികളോ ശരിയായ രേഖകളോ ഉണ്ടാകാനിടയില്ല. കേസ് തോൽക്കുകയായിരിക്കും ഫലം. ഇതിനിടയ്ക്ക് ജീവന് വരെ ഭീഷണിയുണ്ടായെന്നും വരാം. അല്ലിമ അനുകൂല അർത്ഥത്തിൽ തലയാട്ടി. അച്ഛൻ എന്തായാലും മുന്നിട്ടിറങ്ങണ്ട. അച്ഛൻ ഈ പ്രായത്തിൽ അത്രയും ടെൻഷൻ താങ്ങാൻ പറ്റില്ല. ഓഫീസിലും പോകണ്ടേ? സന്ധ്യവേട്ടൻ്റെ അവസ്ഥയും മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടച്ചാ. ഇതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവില്ല. ഒരു വെളിച്ചം കിട്ടും. ഒരു വഴി തെളിഞ്ഞു വരും. അല്ലെങ്കിൽ പിന്നെ എന്നെത്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നേ? അച്ഛൻ എന്തിനാ എന്നെ എടുത്തു വളർത്തിയേ? അതവളുടെ പ്രത്യാശയാണെന്ന് രാജഗോപാലിന് മനസ്സിലായി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾ തന്നെത്താൻ ഒരു മെഴുകുതിരി കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തണ്ട. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വിധി പോലെ വരട്ടെ അല്ലേ? അല്ലിമ മൂളി. രാജഗോപാൽ എഴുന്നേറ്റ് പോയി. അല്ലിമ പിന്നെയും കുറേ നേരം കൂടി കട്ടിലിൽ അതേ ഇരിപ്പിരുന്നു. ഇരുമ്പലമാരയ്ക്ക് മീതെ എപ്പോഴും കാണാവുന്ന വിധം വെച്ചിരിക്കുന്ന പഴയ സൂട്ട് കേസിന് നേർക്ക് അവൾ കണ്ണുകൾ ഉയർത്തി. അതിലേക്ക് നോക്കുമ്പോഴൊക്കെ അവളുടെ നെഞ്ചിലൊരു പാരവശ്യം അലതല്ലും. ഒരു പഴയ സൂട്ട് കേസ് അല്ല അത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം അടക്കം ചെയ്ത നിധി പേടകമാണ്. അതിനുള്ളിലിരുന്ന് 2 ജീവാത്മാക്കൾ ശ്വസിക്കുന്നുണ്ട്. അവർ പരസ്പരം സ്നേഹമന്ത്രങ്ങൾ ഉരുവിടുകയും സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അതിനുള്ളിലിരുന്ന് നിലവിളിക്കുകയും അന്ത്യശ്വാസത്തിനായി പിടയുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അല്ലിമയ്ക്ക് ശ്വാസം മുട്ടി. പ്രാണവായു വേണ്ടത്ര കിട്ടുന്നില്ല. അല്ലിമ പ്രാണപാരവശ്യത്തോടെ കിടക്ക വിട്ടെഴുന്നേറ്റു. ആ സൂട്ട് കേസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കസേരയിൽ ഇരുന്നിട്ട് തുറന്നു. അടച്ചുപൂട്ടിയ അവയ്ക്കുള്ളിലേക്ക് കാറ്റടിച്ച് കയറുമ്പോഴെന്ന പോലെ അവൾക്ക് പ്രാണവായു വേണ്ടത്ര കിട്ടിത്തുടങ്ങി. ആ പെട്ടിക്കുള്ളിലെ അമൂല്യ വസ്തുക്കൾ അവൻ ഒന്നൊന്നായി തൊട്ടു തലോടി. ആൽബം, ഫോട്ടോകൾ, തുണിത്തരങ്ങൾ, ഡയറി, പിന്നെ ഏറ്റവും അടിയിൽ വിരിച്ച പഴയ പത്രത്താളുകൾക്കിടയിൽ കുറേയധികം കത്തുകളും. അല്ലിമ അതെല്ലാം ഇനിയും വായിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പരസ്പരം കൈമാറിയ ഓരോ കത്തും വെറും അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സംഘാതം മാത്രമല്ല.
അവ ഓരോന്നും ഓരോ പ്രണയോപാധിയാണ്. അലതല്ലുന്ന സ്നേഹമഹാസമുദ്രങ്ങൾ. അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോഗ്രാഫ് ഒരു ഡയറി ആൽബത്തിനുള്ളിൽ വിടർത്തി വെച്ചിരിക്കുകയാണ്. വായിച്ചു മടക്കി മാറ്റിവെച്ച കത്തുകളുടെ അടുക്കിനപ്പുറത്ത് നിന്ന് അലിമ ഒരു കത്തുകൂടി എടുത്തു തുറന്നു. മടക്കിയ കടലാസുകൾ ഒട്ടിച്ചേർന്ന പോലെയാണ്. പല നിറങ്ങളിലുള്ള കടലാസുകൾ. ഇന്ന് നീ എന്തുമാത്രം സുന്ദരിയായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴെല്ലാം നെഞ്ചിലൊരു ഇടിമിന്നലുണ്ടാകുന്ന പോലെ. പിന്നെ ഞാൻ എല്ലാം മറന്നു പോകുന്നു. ടിക്കറ്റ് എടുത്തവരെയും എടുക്കാത്തവരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനും നീയും മാത്രമേയുള്ളൂ ബസ്സിൽ. നിനക്ക് ഞാൻ എത്ര ടിക്കറ്റ് തന്നുവെന്നും എനിക്ക് ഓർമ്മയില്ല. ബസ് ഓടിക്കൊണ്ടേയിരുന്നു. നീ ഒരിടത്തും ഇറങ്ങാതിരുന്നെങ്കിൽ ഞാൻ ആശിച്ചുകൊണ്ടിരുന്നു. ടിക്കറ്റിൻ്റെ ബാക്കി വാങ്ങാനായി നീ കാത്തിരിക്കുകയാണ്. എൻ്റെ ബാഗ് നിറയെ ചില്ലറയുണ്ടായിട്ടും ഞാൻ ബാക്കി തരുന്നില്ല. ഞാനത് മനഃപൂർവ്വം തരാത്തതാണെന്ന് നിനക്കറിയാം. ആ ഓർമ്മയിലുള്ള കുസൃതി പുഞ്ചിരി നിന്റെ മുഖത്തുണ്ട്. സ്വന്തം ബസ്സിൽ നീ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കുസൃതി ഞാൻ എത്രയോ തവണ ആസ്വദിച്ചിരിക്കുന്നു. ഇനി ഒരാഗ്രഹമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്റ്റോപ്പിലും ഇറങ്ങാതെ നീ ഇതിലുണ്ടായിരിക്കുക. ഒടുവിൽ ട്രിപ്പ് നിർത്തി ബസ് ഒതുക്കിയിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ടിക്കറ്റിൻ്റെ ബാക്കിയായി നെറ്റിയിൽ ഒരു ഉമ്മ തന്ന് നിന്നെ യാത്രയയക്കുക. എന്തെല്ലാം ഭ്രാന്താണ് ഈ പ്രണയം കൊണ്ടുവരുന്നത് അല്ലേ? അത് വായിച്ച് മണിമല പൊൻകുന്നം റൂട്ടിലോടുന്ന ലൈൻ ബസ് മനസ്സിൽ കണ്ട് അതിനുള്ളിൽ പ്രണയലോലുപലായിരുന്ന സ്നേഹപ്രപഞ്ചം സൃഷ്ടിക്കുന്ന രണ്ട് മനുഷ്യാത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ച് അല്ലിമയിരുന്നു. അവളുടെ മിഴികളിൽ അശ്രുകണങ്ങൾ നിറഞ്ഞു. അടുത്ത കത്ത്. എൻ്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വപ്നമായിരുന്നോ അതോ സ്വപ്നം ഫലിച്ചതായിരുന്നോ? കാലത്ത് 9 മണിക്ക് നീ ബസ്സിൽ വന്ന് കയറിയത് മുതൽ ഞാൻ സ്വപ്നത്തിലാണ്. ഇടയ്ക്ക് ഞെട്ടിയുണരുന്നുണ്ടായിരുന്നു. വീണ്ടും സ്വപ്നത്തിലേക്ക് മുങ്ങിത്താണു പോകുന്നു. ഒരു സ്റ്റോപ്പിലും നീ ഇറങ്ങുന്നില്ല. മണിമലയിൽ നിന്ന് പൊൻകുന്നം വരെ, തിരിച്ച് മണിമല വരെ, വീണ്ടും പൊൻകുന്നം. എനിക്ക് ഭയം തോന്നി. ഉച്ചയൂണിന് ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടപ്പോൾ ബസ്സിൽ നമ്മൾ 2 പേർ മാത്രം ബാക്കിയായപ്പോൾ ഞാനരികെ വന്നിരുന്നതും എൻ്റെ ശരീരം വിറച്ചതും ഞാൻ നിന്നെ തൊട്ടതും നീ എൻ്റെ തോളത്തേക്ക് ചാഞ്ഞതും എല്ലാം സത്യമായിരുന്നോ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം കോളേജ് വിടുന്നത് വരെ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും? ആരെല്ലാം സംശയിച്ചിട്ടുണ്ടാകും? വല്ലാത്ത ധൈര്യം തന്നെ. സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ വേണ്ടാട്ടോ. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം എത്രയധികമാണെന്ന്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. ഈ സ്നേഹത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നതാണ് എൻ്റെ സായുജ്യം. ദൈവമേ, നമുക്കൊന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാനെങ്കിലും സാധിക്കണേ. പിന്നെയും എഴുതിയിട്ടുണ്ട്. പക്ഷേ കണ്ണീർ പാട വന്ന് മൂടി അക്ഷരങ്ങൾ മാഞ്ഞു. അല്ലിമ കൺമുന്നിലെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൂപ്പി വിതുമ്പി. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, നിങ്ങളെ 2 പേരെയും കാണാൻ, നിങ്ങളുടെ അരികിലെത്താൻ. അവളുടെ മിഴികളിൽ തിളച്ച നീർക്കണം ക്രമേണ ആവിയായി മറഞ്ഞുപോയി. 5 ദിനരാത്രങ്ങൾക്ക് ശേഷം രാവിലെ ട്യൂഷന് പോകാനായി വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ വിശാഖ് വേഗം ലിവിംഗ് റൂമിലേക്ക് തിരിച്ചു കയറി. അച്ഛ, കാർ പോർച്ചിലൊരാൾ. ചായ കുടിച്ച് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന രാജഗോപാൽ നെറ്റി ചുളിച്ചു. ആരാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല. നോട്ടം കണ്ടപ്പോൾ എനിക്ക് പേടി വന്നു. ഗുണ്ടയെപ്പോലെ ഒരാൾ. ഗുണ്ടയോ? രാജഗോപാൽ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു. കുറ്റിത്താടിയും കുറ്റിത്തലമുടിയുമുള്ള ഒരാൾ. വിശാഖ് പറഞ്ഞത് ശരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നി. തലയിലും താടിയിലും ഒറ്റ തിരിഞ്ഞ നരച്ച രോമങ്ങൾ. ഒരു കറുത്ത ടീഷർട്ടും കാവിമുണ്ടുമാണ് വേഷം. തോളത്തൊരു ചുവന്ന തോർത്ത്. ആരാ? മനസ്സിലായില്ല. എന്തിനു വന്നതാ? സാറാണോ? രാജഗോപാൽ സാറ്? ആ അതെ. എന്താ? ഞാൻ പെരിയാർ വാലിന്ന് വരിക. കണിയാമ്പറമ്പിലെ ശേഖരൻകുട്ടിയുടെ മകനാ. ജയിലിലായിരുന്നു. തൊടുപുഴയിൽ ഇറങ്ങി. രാജഗോപാലിൻ്റെ മനസ്സിലൂടെ ചില ഓർമ്മകൾ ചീറിക്കടന്നുപോയി. പെരിയാർ വാലിയിലെ ശേഖരൻകുട്ടിയുടെ വീട്. ചില സംഭാഷണങ്ങൾ. വീടിന് താഴെയുള്ള പെരിയാറിൻ്റെ അസ്ഥിപഞ്ജരം. പേരെന്താ? അനിബാബു. ചന്ദ്രബാബുവിൻ്റെ അനിയന. അയാൾ തിടുക്കപ്പെട്ട് സ്വയം പരിചയപ്പെടുത്തി. വീട്ടിനുള്ളിൽ നിന്ന് ശ്രീലക്ഷ്മി കൂടി ഇറങ്ങി വന്നു. ഒരു ഗുണ്ട വന്നിരിക്കുന്നു എന്നാണ് വിശാഖ് ശ്രീലക്ഷ്മിയോട് പറഞ്ഞത്. അല്ലിമ ആരെന്ന തിരിച്ചറിവും മണിമലയിലെ ചില ആളുകളിൽ നിന്നുള്ള വെല്ലുവിളികളും ഭീഷണികളും ഒരു സുരക്ഷിതത്വമില്ലായ്മയും ആശങ്കയും അവരിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു.
അലിമയെ കുറച്ച് കരുതലോടെയാണ് കാക്കുന്നത്. ശ്രീലക്ഷ്മി വന്നപ്പോൾ രാജഗോപാൽ പരിചയപ്പെടുത്തി. ചന്ദ്രബാബു എന്നയാളിൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു. അനി ബാബു. ശ്രീലക്ഷ്മി സംശയത്തിലാണ് അയാളെ നോക്കിയത്. കയറിയിരിക്കുന്നോ? രാജഗോപാൽ സംശയം വിടാതെ ചോദിച്ചു. ഇല്ല, എന്നെ പരിചയമില്ലല്ലോ. നിങ്ങൾക്ക് സംശയവും പേടിയും കാണും, അനി ബാബു പറഞ്ഞു. അതുണ്ട്, രാജഗോപാൽ സമ്മതിച്ചു. ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളുടെ നേർക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ട്. മനസ്സിലായി. എനിക്കിവിടെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മതി. കയറിയിരിക്കാൻ പറഞ്ഞാലും ഞാൻ വരത്തില്ല. ഒന്നാമത് ഞാനൊരു ജയിൽ പുള്ളിയാ, കള്ളനാ, കൊട്ടേഷൻ പണിയും ചെയ്തിട്ടുണ്ട്. പുറകോട്ട് നോക്കിയാലും മുമ്പോട്ട് നോക്കിയാലും എൻ്റെ ജീവിതം മുക്കാലും ജയിലിൽ തന്നെയാ, അനി ബാബു വെളിപ്പെടുത്തി. ജയിലിൽ പോകാനുള്ള കാരണം? രാജഗോപാൽ ചോദിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞ പോലീസ് എന്നെ കള്ളനാക്കിയത്. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ വലിയ കഥയാ സാറേ. എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുക. പോലീസും കള്ളന്മാരും തമ്മിൽ 3 വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, പോലീസിന് യൂണിഫോം ഉണ്ട്, കള്ളൻ അതില്ല. 2, പോലീസിന് സർക്കാർ ശമ്പളം കൊടുക്കും. കള്ളൻ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും കള്ളക്കടത്ത് നടത്തിയും ഉണ്ടാക്കണം. 3, പോലീസിന് ഏത് പട്ടാപ്പകലും ആരെയും പേടിക്കാതെ ഇറങ്ങി നടക്കാം. കള്ളൻ അത് പറ്റത്തില്ല. നിങ്ങൾ പറയുന്ന പോലല്ലാത്ത നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. നല്ല നല്ല കള്ളന്മാരുമുണ്ട് സാറേ. അനി ബാബു വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. സാറേ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പം അച്ഛനും അമ്മയും ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ചന്ദ്രേട്ടൻ്റെ മോള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന്. അത് കേട്ടപ്പം മുതൽ എനിക്കൊരു സമാധാനവും ഇല്ല സാറേ. ഇരിക്കാനും നിൽക്കാനും വയ്യ. തൊണ്ടയ്ക്ക് താഴോട്ട് പച്ചവെള്ളം പോലും ഇറങ്ങുന്നില്ല. ആകെപ്പാടെ വല്ലാത്ത പാരവശ്യം. എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണം. ഉത്കടമായ അഭിമാനിയോടെയാണ് പറയുന്നത്. പലതരത്തിലുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവളെ പുറത്തേക്ക് വിടാറില്ല, രാജഗോപാൽ പറഞ്ഞു. എന്നെ പരിശോധിക്കാം. എൻ്റെ കയ്യിൽ കത്തിയും തൂക്കവും ഒന്നുമില്ല. ഞാൻ ആ ഗേറ്റിനടുത്തേക്ക് മാറി നിന്നാൽ മതിയോ? രാജഗോപാലിന് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. അല്ലിമോളോട് വരാൻ പറ, അയാൾ ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി. അനി ബാബു കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് മാറി നിന്നു. ശ്രീലക്ഷ്മി അല്ലിമയും കൂട്ടി വന്നു. എന്താ അച്ഛാ? ചന്ദ്രബാബുവിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. മാറത്ത് കൈകെട്ടി മുറ്റത്ത് മാറി നിൽക്കുന്ന ആളെ അല്ലിമ കണ്ടു. തൻ്റെ അച്ഛൻ്റെ അനുജനോ ഇയാൾ? നിങ്ങളെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഇങ്ങടുത്തോട്ട് വന്നോളൂ, രാജഗോപാൽ പറഞ്ഞു. അനി ബാബു സിറ്റൗട്ടിന് നേർക്ക് വന്നു. അല്ലിമ അയാളെ അടിമുടി നോക്കി. കണ്ണിൽ തിളങ്ങുന്ന അതിശയവും അഭിമാനവും ആനന്ദവും ഒഴികെ ബാക്കിയെല്ലാം ഒരു ഗുണ്ടയുടെ ലക്ഷണങ്ങൾ തന്നെ. എങ്കിലും അല്ലിമയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. സിറ്റൗട്ടിൻ്റെ പടിക്ക് താഴെ അനിബാബു ചെന്ന് നിന്നു. എൻ്റെ ചേട്ടൻ്റെ മോളല്ലേ? വികാരാധീനനായി അയാൾ ചോദിച്ചു. അല്ലിമ തലയാട്ടി. വിശ്വസിക്കണ്ട, കള്ളനാ. എന്നാലും പറയുക, മോളുടെ കൊച്ചച്ഛനാ. അല്ലിമ വീണ്ടും തലയാട്ടി. ഇങ്ങനൊരു മോളുണ്ടെന്നും വന്നിട്ട് പോയെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം തന്നെ എനിക്ക് കാണണം, അതാ ഞാൻ വന്നേ. കണ്ടപ്പോൾ വിശ്വാസമായോ? അല്ലിമ ചോദിച്ചു. ഇനി ഒരു സംശയവും ഇല്ല എനിക്ക്, ഇത്രയും മതി. അല്ലിമ അനി ബാബുവിനെ തന്നെ നോക്കി നിന്നു. എൻ്റെ ചന്ദ്രേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. ചേട്ടനും ചേച്ചിക്കും വേണ്ടിയാ ഞാൻ ഈ കോലത്തിലായത്. ഒരു വിഷമം ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൈവിട്ടു പോയല്ലോന്ന്. ഇപ്പോൾ എനിക്ക് സമാധാനമായി. പറഞ്ഞു വരുന്നതിനിടയിൽ അയാളുടെ തൊണ്ടയിടറി. ഇനി ഞാനങ്ങ് പൊയ്ക്കോട്ടെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. രാവിലെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ, അല്ലിമ പറഞ്ഞു. വേണ്ട മോളെ, ഞാനൊന്ന് പൊയ്ക്കോളാം. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട്. ഞങ്ങൾ അവിടെ വന്നപ്പോൾ മുത്തശ്ശി കട്ടൻ കാപ്പി ഇട്ട് തന്നായിരുന്നു, അതും പറഞ്ഞു അമ്മ. ചന്ദ്രേട്ടൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോ ചോദിച്ചതും പെട്ടി തന്നു വിട്ടതും എല്ലാം പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും കണ്ടു കൊതി തീർന്നില്ലായിരുന്നു. ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കഴിയുമ്പം പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പോയതല്ലേ. പറയുമ്പോഴെല്ലാം അമ്മയിരുന്ന് കരയുക. ഇങ്ങോട്ട് കയറിയിരിക്കെ, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം, അല്ലിമ പറഞ്ഞു. ഇരിക്കണ്ട മോളെ, ചായ തന്നാൽ കുടിച്ചോളാം. അല്ലിമ 2 നിമിഷം അയാളെ നോക്കി നിന്നിട്ട് അകത്തേക്ക് പോയി. നീ ബാബുവിൻ്റെ മുഖത്തെ വികാര വൈവശ്യം രാജഗോപാൽ കാണുന്നുണ്ടായിരുന്നു. സിറ്റൗട്ടിലോട്ടെങ്കിലും കയറിയിരിക്കൂ, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, രാജഗോപാൽ പറഞ്ഞു. ഇരിക്കാൻ പറ്റത്തില്ല സാറേ.
അത്രയ്ക്കും സന്തോഷമായി. ചന്ദ്രേട്ടൻ പോയിട്ട് 22 കൊല്ലം കഴിഞ്ഞു. ജീവിച്ചിരിപ്പില്ലാന്ന് ഞങ്ങൾക്കറിയാം. ചന്ദ്രേട്ടൻ്റേതായിട്ട് ഒന്നുമില്ലല്ലോ എന്നോർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാനൊരു 10-16 കൊല്ലം മുന്നേ ആരും അറിയാണ്ട് ഒരന്വേഷണം നടത്തിയായിരുന്നു. ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്ത് അവർ വന്ന് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് 15 വയസ്സാ. അന്ന് ചേച്ചിക്ക് പ്രസവിക്കാൻ 1 മാസം തികച്ചില്ല. ചേച്ചി ജീവനോടെ ഉണ്ടോ, പ്രസവിച്ചോ, കുഞ്ഞുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാ. എന്നിട്ട് എന്തെങ്കിലും അടയാളം കിട്ടിയോ? ഇല്ല സാറേ, ചേച്ചിയില്ല. ചേച്ചി പ്രസവിക്കേണ്ട കുഞ്ഞില്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്ക് അവകാശമൊന്നും വേണ്ട. എന്നാലും ചന്ദ്രേട്ടൻ്റെ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണത് വലിയൊരു സമാധാനമാണല്ലോ. പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരറിവോ അടയാളമോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചത് ചേച്ചീനെയും കൊന്നു കളഞ്ഞെന്നാ. അച്ഛനോടോ അമ്മയോടും ഞാൻ ഒന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ ഞാൻ അവരെ കൂടെ. ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല മാളവിക ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് രാജഗോപാൽ പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ചന്ദ്രേട്ടനെ അന്വേഷിക്കാൻ തോന്നിയില്ലോ? മണിമലയിലെ ഞങ്ങളുടെ വീട്ടിലും പെരുവന്താനത്തും മുറിഞ്ഞപുഴയിലും ഒക്കെ തിരഞ്ഞു പോയല്ലോ. ചന്ദ്രേട്ടൻ്റെ മോള് അച്ഛനെയും അമ്മയും തിരഞ്ഞ് പെരിയാർ വാലിയിലെ ഞങ്ങളുടെ വീട്ടിൽ വരെ വന്നെന്നറിഞ്ഞപ്പോഴേ സാറേ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരിക്കലും ആരും അറിയാണ്ട് എല്ലാവരെയും കുഴിച്ചു മൂടാനൊന്നും പറ്റത്തില്ല അല്ലേ സാറേ? പറയുന്നതിനിടയിൽ അയാളുടെ തൊണ്ട ഇടറുകയും കണ്ണു നിറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അതൊന്നും ഭാവിക്കാതെയാണ് നിൽപ്പും നോട്ടവും ചലനങ്ങളും. അയാളോട് സിറ്റൗട്ടിൽ കയറിയിരിക്കാൻ രാജഗോപാൽ ഒരിക്കൽ കൂടി പറഞ്ഞുവെങ്കിലും അയാൾ കൂട്ടാക്കിയില്ല. അല്ലിമ ചായ കൊണ്ടുവന്നു. അകത്തോട്ട് കയറിയിരിക്കാമായിരുന്നു. അവൾ അരിവോട് പറഞ്ഞു. വേണ്ടെന്നേ. ചായ വാങ്ങാൻ അയാൾ കൈനീട്ടി. തീർത്ഥം വാങ്ങുന്നത് പോലെ വാങ്ങിയിട്ട് അയാൾ ചിരിച്ചു. എന്തൊരതിശയല്ലേ, ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. അനി ബാബു ചായ ഒരു ഇറക്ക് കഴിച്ചു. അല്ലിമ തിരികെ പോയി. ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന ഇഡലിയും ചട്നിയും ഒരു ബൗളിൽ കടലക്കറി വെച്ചതും കൊണ്ടുവന്നു. ഇതും കൂടെ കഴിക്കണം, കഴിച്ചിട്ട് പോയാൽ മതി. അല്ലിമ പറഞ്ഞപ്പോൾ അയാൾ ചായക്കപ്പ് സിറ്റൗട്ടിൽ വെച്ചിട്ട് ഇഡലി പ്ലേറ്റ് വാങ്ങി. അയാൾ അതും വാങ്ങി സിറ്റൗട്ടിൽ വെച്ചു. എന്നിട്ട് ചുറ്റുപാടും നോക്കി. വെള്ളം എടുത്തോണ്ട് വരാം, അല്ലിമ പറഞ്ഞു. വേണ്ട, ഇവിടെ ഒരു പൈപ്പ് കാണുമല്ലോ. കാർ പോർച്ചിന് വെളിയിലെ ടാപ്പ് അയാൾ കണ്ടു. അവിടെ പോയി കൈ കഴുകി. എന്നിട്ട് വന്ന് സിറ്റൗട്ടിൽ നിലത്തിരുന്നു. അല്ലിമ പ്ലേറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അയാൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ ഇന്നലെ രാത്രി വന്നതാ. എറണാകുളത്ത് വന്നിട്ട് എനിക്കൊരു പിടി കിട്ടിയില്ല. എവിടെയാ എന്താ എന്നൊന്നും. അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ രാത്രിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. രാവിലെ എണീച്ചു പോന്നു. ചമ്മന്തിയും കടലക്കറിയും എല്ലാം അയാൾ ഇഡലി പ്ലേറ്റിലേക്ക് കമഴ്ത്തി. ഇഡലി അതുമായി ഉടച്ചു ചേർത്ത് കഴിക്കാൻ തുടങ്ങി. അയാൾ അതീവ സന്തുഷ്ടനായിരുന്നു. ഞാനിങ്ങനെ വല്ലവും വിചാരിച്ചുകൊണ്ട് വന്നതാണോ എന്താ അല്ലേ? അനി ബാബു അല്ലിമയെ നോക്കി ചിരിച്ചു. അല്ലിമ അയാൾ കഴിക്കുന്നത് നോക്കി സിറ്റൗട്ടിൻ്റെ ഭിത്തി ചാരി നിന്നു. അയാൾ കഴിക്കുന്നതിനിടയിൽ തോളത്ത് കിടന്ന തോർത്തിൻ്റെ ഒരറ്റം പിടിച്ച് കണ്ണു തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അല്ലിമയ്ക്ക് സങ്കടമായി. തൻ്റെ അച്ഛൻ്റെ അനുജനാണ്. ആരും ഇല്ലാത്തവളായിരുന്നിട്ടും എല്ലാവരും ഉള്ള പോലെ വളർന്നതുകൊണ്ട് പല ഇല്ലായ്മകളുടെയും മൂല്യം താൻ അറിഞ്ഞിട്ടില്ല. ഒന്നുകൂടി കണ്ണു തുടച്ചിട്ട് അയാൾ അവളെ നോക്കി ചിരിച്ചു. അല്ലിമയും അലിവോടെ പുഞ്ചിരി തൂകി. രാജഗോപാൽ ഇതിനിടയിൽ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഫോണെടുത്ത് സന്ദീപിനെ വിളിച്ചു. മറുവശത്ത് നിന്ന് ഉറക്കച്ചടവുള്ള ഹലോ കേട്ട് രാജഗോപാൽ പറഞ്ഞു. സന്ദീപ് എവിടെയാ? ഞാൻ ഹരിപ്പാട്ട്. ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അത് പറയാൻ വിളിച്ചതാ. പറഞ്ഞു അങ്കിളെ. എണീക്കുന്നതേ ഉള്ളോ? ലേറ്റായിട്ടാ കിടന്നത്. ശേഖരൻകുട്ടിയുടെ മകൻ വന്നിട്ടുണ്ട്. ഏഹേ, ആര്? ഒരാൾ ജയിലിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കഞ്ചാവ് കേസിൽ. ചന്ദ്രബാബുവിൻ്റെ അനിയൻ. ഓ മൈ ഗോഡ്, എങ്ങനെത്തി? എന്തിനു വന്നു? അങ്കിള് സംസാരിച്ചോ? എന്താ പറയുന്നേ? അല്ലിമോളെ കാണാൻ വന്നതാ. കയറിയിരിക്കാനൊന്നും തയ്യാറല്ല. ജയിൽ പുള്ളി ആയതിൻ്റെ കുറച്ച് കോംപ്ലക്സ് ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിച്ചിട്ട് ആളെങ്ങനെ? അല്ലിമോളെ കണ്ടതോടെ ഭയങ്കര എക്സൈറ്റഡായി. ഒരു നിധി കണ്ടുപിടിച്ച മാതിരി. ആളെ എനിക്കൊന്ന് കാണണമല്ലോ അങ്കിളെ. നിൽക്കുമെന്ന് തോന്നുന്നില്ല. സിറ്റൗട്ടിൽ പോലും കയറിയിരിക്കാതെ പോകാൻ തിരക്കിട്ട് നിൽക്കുന്ന പോലെയാ. അങ്കിൾ നിർബന്ധിച്ച് നിർത്താമോ? വീട്ടിൽ കയറാൻ മടിയാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ അങ്കിൾ ഒരു റൂം എടുത്ത് കൊടുക്കുമോ? എനിക്ക് ആ മനുഷ്യനെ കാണണം. സന്ദീപ് ഇങ്ങോട്ട് വരുമോ? തീർച്ചയായിട്ടും അങ്കിളെ, നമുക്ക് അയാളെ വിട്ട് കളയരുത്. അതൊരു പിടിവള്ളിയാ. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഉടൻ തന്നെ ഇവിടെ നിന്ന് തിരിക്കാം. അങ്കിൾ അയാളുടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണേ
ശരി. സിറ്റ് ഔട്ടിൽ അനി ബാബു ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്നു. പാത്രങ്ങളും അയാൾ പൈപ്പിൻ്റെ ചുവട്ടിൽ കഴുകി കൊണ്ടുവന്നു വെച്ചു. അലിമ വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ജയിലിൽ നിന്ന് പഠിച്ച ശീല നല്ലതാ. പാത്രങ്ങൾ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ആ കൈയൊന്ന് കാണിക്കുമോ? എന്തിനാ? അല്ലിക്ക് ആകാംക്ഷയായി. എനിക്ക് വിശന്നിരുന്നപ്പോൾ ആഹാരം തന്നതല്ലേ. അലിമ മടിച്ച് കൈ നീട്ടി. അനിബാബു ആ കൈത്തലം പിടിച്ച് തൻ്റെ നെറ്റിയിലും കണ്ണിലും ചേർത്തു. മാളി ചേച്ചിയുടെ വയറിങ്ങനെ വലിയ ബലൂൺ കണക്ക് വീർത്തിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങളുടെ ചെറിയ വീട്ടിനകത്ത് അതിൽ തട്ടാതെയും മുട്ടാതെയും നടക്കാൻ ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞാണല്ലോ ഇത്, അല്ലേ? അയാൾക്ക് അതിശയം തീരുന്നില്ല. അല്ലിമ വല്ലായ്മയോടെ പുഞ്ചിരിച്ചു. രാജഗോപാൽ സിറ്റൗട്ടിലേക്ക് വന്നു. ഇന്ന് തിരിച്ചു പോണോ? അയാൾ ചോദിച്ചു. പോണം സാറേ, ഒരാൾ കാണാൻ വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ആരാ? അല്ലിമോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, രാജഗോപാൽ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.